ഹലോ. അറബിക് മസാല ഇല്ലാതെ തന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനാദ്യം തന്നെ 4 കപ്പ് സെല്ല ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കുക. ഇനി വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി വെക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, ഏത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ആ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കായ, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, സാജീരകം. ഇതൊക്കെ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 2 വലിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ്, അതും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 തക്കാളി മിക്സിയിലടിച്ച് പേസ്റ്റ് ആക്കിയതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ പീസേ ചേർക്കുന്നുള്ളൂ. അത് നന്നായി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അറബിക് മസാല ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലാത്തവർക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. ഇനി ചിക്കൻ മാറ്റിയ ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഒന്ന് വേവണം. പിന്നെ ഒരു നാരങ്ങ ഇതുപോലെ അരിഞ്ഞിട്ട് അതിൻ്റെ കുരു കളഞ്ഞാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഡ്രൈ ലെമൺ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം, എന്നാലും ഈ ഒരു നാരങ്ങ ഇങ്ങനെ ഇടുന്നത് നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കനെ വേവിക്കാം. പിന്നെ മജ്ബൂസ് പലതരത്തിലുണ്ട്. ചിലരിതിൽ വെജിറ്റബിൾസും കോഴിമുട്ട പുഴുങ്ങിയിട്ടിട്ടും ഒക്കെ നമുക്ക് അറബി വീട്ടുകളിൽ നിന്നൊക്കെ റമദാൻ്റെ സമയത്തൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ആ വെന്ത ചിക്കനെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കുക. ഇനി ബാക്കിയുള്ള ഈ ഗ്രേവി നമ്മളൊന്ന് അളന്ന് നോക്കാം. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് ഈ ഗ്രേവിയും കൂടെ ചേർത്താണ് നമ്മൾ വെള്ളം അളക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഓൾറെഡി ഒരു 3 കപ്പ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു 3 കപ്പും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നേരത്തെ കുതിർത്ത് വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി റൈസിലേക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുവോളം ചെറു തീയിൽ അടച്ച് വെച്ച് നമുക്കൊന്നത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഖത്തറിൽ വന്നപ്പോൾ ഒരു റമദാൻ്റെ സമയത്ത് റൂമിൻ്റെ അടുത്തുള്ള അറബി വീടിൽ നിന്ന് കൊടുന്ന് തന്നിട്ടാട്ടോ മജ്ബൂസ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. മന്തിനേക്കാളും എനിക്കിഷ്ടമാണ് മജ്ബൂസ്. അത് പലതരത്തിലുള്ള മജ്ബൂസും കൊടുന്ന് തരലുണ്ടായിരുന്നു, പ്ലെയിൻ ആയിട്ടുള്ളതും ഫ്ലേവേർഡ് ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ റൈസിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചേർത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മേലെ വെച്ചതാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ.